ഇമാജിൻ ദിസ് ബ്രോ, നമുക്ക് രണ്ടുപേർക്കും ഉള്ളതും റാറ്റിനുള്ളതും ഈഗിളിനുള്ളതും എല്ലാം സെയിം എനർജിയാണ്. സോ ഈ എനർജി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ആകുമോ ഇല്ലയോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇംപ്രൂവ് ആകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുക. ജസ്റ്റ് ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ മാത്രം ചെയ്ത് കുറെ ഇൻഫർമേഷൻ ഇങ്ങനെ ഗെറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒരിക്കലും നടക്കത്തില്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിലും, നിങ്ങൾ കോളേജ് ആണെങ്കിലും, നിങ്ങൾ വക്കീലാണെങ്കിലും, ഡോക്ടറാണെങ്കിലും, ഐ ഡോണ്ട് കെയർ. ഈ മെന്റൽ മോഡൽ, ഇതൊരു മെന്റൽ ഫ്രെയിംവർക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സോ ഈ മെന്റൽ ഫ്രെയിംവർക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 5 years നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഐ ഗ്യാരണ്ടി ഇറ്റ്. സോ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇങ്ങനെ കുറെ ഇത് നമുക്ക് എനർജി നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു മനുഷ്യനാണ് വെച്ചത് ഇത് രണ്ടും. ഇത് റാറ്റായിട്ടുള്ള ഒരാള്, ഇത് ഈഗിൾ ആയിട്ടുള്ള ഒരാൾ. സോ ഈഗിളിന് കുറെ ആഗ്രഹങ്ങളുണ്ട്, അതാണ് നമ്മൾ ഈ കാണുന്നത്. കുറെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്ത് ഈഗിൾ ചിന്തിച്ചു വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയാം, എല്ലാം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടാണ്. എനിക്ക് പൈസ വേണം, എനിക്ക് ജിമ്മിൽ പോകണം, എനിക്ക് ബോഡി വേണം, എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് കാർ വേണം, എനിക്കൊരു സ്കൂട്ടർ വേണം, എനിക്ക് കാർ വേണം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ കാറ്റിനുണ്ട്. ഓക്കെ, അതെല്ലാവർക്കും ഉള്ളതാണ്, നല്ല കാര്യമാണ്, പോസിറ്റീവായിട്ട് തന്നെ വേണം നമുക്ക് ആഗ്രഹങ്ങൾ. നമ്മളെ മൂവ് ചെയ്യിപ്പിക്കാൻ, നമ്മളെ ഫോർവേഡ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹം വേണം. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ബട്ട് റാറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, റാറ്റ് തീരുമാനിക്കും, ഓ ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യും, എനിക്ക് എന്റെ വണ്ണം കുറയ്ക്കണമെങ്കിൽ ഞാൻ യോഗ ചെയ്യണോ, ഞാൻ കാലിസ്തനിക് ചെയ്യണോ, ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യണോ, ഞാൻ കാർഡിയോ ചെയ്യണോ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ അപ്പം ഒരു കാര്യത്തിന് വേണ്ടി തന്നെ റാറ്റിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലോസ് ആണ്, നല്ലൊരു ബോഡി വെക്കുക, അതാണ് അച്ചീവ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ റാറ്റ് ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ 5 വർഷം വേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ 5 years നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ്. ഈ മെന്റൽ മോഡലിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ, സെയിം ഗോൾ ആണ് ഈഗിളിനുള്ളത്, ഫാറ്റ് ലോസ്. ബട്ട് ഈഗിൾ ഫോക്കസ് ചെയ്യുന്നത് ജിമ്മിൽ പോവുക, വേറെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നില്ല ഈഗിൾ. ഈ ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമേ ഈഗിൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ജിമ്മിൽ പോവുക. അത് യോഗ ചെയ്യുന്നില്ല, കാർഡിയോ ചെയ്യുന്നില്ല, ഞാൻ ഹോം വർക്കൗട്ട് ചെയ്യുന്നില്ല, ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നില്ല, അതെല്ലാം പന്നലാണെന്നല്ല ഞാൻ പറയുന്നത് ഈഗിൾ ഒരു കാര്യത്തിലെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ഒരു കാര്യത്തിൽ മാത്രം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരായിരിക്കും റിയലി ഇംപ്രൂവ് ആകുന്നത്? ആരായിരിക്കും ഇത്രയും കാര്യങ്ങളിൽ ഒരുമിച്ച് ഫോക്കസ് ചെയ്യുന്ന, അത് ചെയ്തിട്ട് ഇത് ചെയ്യാം, ഇത് ചെയ്തിട്ട് അത് ചെയ്യാം, ഞാൻ കുറച്ചിനി പൈസ ഉണ്ടാക്കട്ടെ, ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം, ഞാൻ കോഡിങ് കുറച്ച് പഠിക്കാം, ഞാൻ ട്രേഡിംഗ് കുറച്ച് പഠിക്കാം, ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് കുറച്ച് പഠിക്കാം. നിങ്ങൾക്ക് മണി ഉണ്ടാക്കണമെങ്കിൽ ഈ റാറ്റ് ഫ്രെയിംവർക്കിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ എന്താണ് ഉത്തരം? 5 years നിങ്ങളുടെ വേഴ്സ്റ്റ് ആയി പോകത്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് മണി കിട്ടും, 100, 200, 500, 1000 വല്ലതും കിട്ടുമായിരിക്കും. 5 years നിങ്ങളുടെ വേഴ്സ്റ്റ് ആയി പോകത്തുള്ളൂ. അതേസമയം ഈ മെന്റൽ മോഡൽ, ഈഗിളിന്റെ മെന്റൽ മോഡലിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, കോഡിങ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, വീഡിയോ എഡിറ്റിംഗ്, ബാക്കിയുള്ള ഒരു കാര്യം നിങ്ങൾ തിങ്ക് ചെയ്യുന്നില്ല. കാരണം നമ്മളെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്താണ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. നമ്മളെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇതെല്ലാം ഇപ്പൊ സൊസൈറ്റി ഉള്ള എല്ലാവരും ചെയ്യും. ഞാൻ ജസ്റ്റ് സൊസൈറ്റി ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ സൊസൈറ്റി ജഡ്ജ് ചെയ്യുമ്പോഴും, എന്നെ തന്നെ ഞാൻ ജഡ്ജ് ചെയ്യുമ്പോഴും, പീപ്പിൾ ആർ മാഡ്, വട്ടാണ്, ആൾക്കാർക്ക് ഭ്രാന്താണ്, നമുക്ക് അങ്ങനെ തോന്നും. റിയലി ഐ എം ടെല്ലിങ് യു, ഞാൻ എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഭ്രാന്താന്ന് നമുക്ക് തോന്നും. നമ്മളൊന്ന് ജസ്റ്റ് ഒരു തേർഡ് ആയി നിന്ന് ഒരു സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ വാച്ച് ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ ആർ ജസ്റ്റ് മാഡ്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഇയാൾക്ക് മോർ 5 years കിട്ടുകയാണ്. കാരണം ഇയാൾ ഇത് ചെയ്യുന്ന എന്തിനാണ്? അയാൾക്ക് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യണം, ആ മേഖലയിൽ അയാൾക്ക് ഒരു പേരെടുക്കണം, അതിനകത്തുനിന്ന് അയാൾക്ക് പൈസ ഉണ്ടാക്കണം. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്, എസ്പെഷ്യലി മണി, എനിക്കറിയാം. സോ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. മനസ്സിലായി? ഈ മെന്റൽ മോഡൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾക്ക് 5 years ഹെഡിൽ പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നുണ്ടോ, ഓ ഇല്ല ഇല്ല ഇല്ല, ഇപ്പം പറയുന്ന തെറ്റാ, അങ്ങനല്ല, എനിക്ക് എല്ലാം ചെയ്യണം, എനിക്ക്
മറ്റേ ഗുസ്തി പഠിക്കണം, എനിക്ക് കുംഫു പഠിക്കണം, എനിക്ക് കരാട്ട പഠിക്കണം, എനിക്ക് ബോക്സിംഗ് പഠിക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ എനിക്ക് അത് വേണം അത് വേണം തിങ്ക് ചെയ്യിപ്പിക്കും. ബട്ട് 5 years നിങ്ങളുടെ വേസ്റ്റ് ആവും. 5 years, fucking 5 years, തിങ്ക് അബൌട്ട്. അതേസമയം ഈഗിളിന്റെ മെന്റൽ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് 5 years more. സോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. കാരണം ഇതാണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പ്രൊക്കാസ്റ്റിനേഷൻ. ഇത് രണ്ടുമാണ് കാരണം, വേറൊന്നുമല്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നിങ്ങൾ ഫോൺ ചെയ്യുന്നു, മാസ്റ്റർബേഷൻ അടിക്കുന്നു, കൊക്കക്കോള കുടിക്കുന്നു, നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഈ സംഭവം. നിങ്ങൾ കുറെ ഇൻഫർമേഷൻ കിട്ടുന്നു, എനിക്ക് അത് ചെയ്യാം, ഷൈനിങ് ഒബ്ജക്റ്റിനെ നേരെ ഫോക്കസ് ചെയ്ത് പോകുന്നു. മനസ്സിലായോ? സോ ആ മെന്റൽ മോഡലിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ബ്രോ, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഐ ആം ടെല്ലിങ് യു. 5 years നിങ്ങൾക്ക് നിങ്ങളുടെ കളയണോ, അതോ 5 years നിങ്ങൾക്ക് ഗെയിൻ ചെയ്യണം? ഇപ്പൊ നിങ്ങളുടെ ബ്രെയിൻ പറയും, നിങ്ങൾ അല്ല 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 ഇവൻ പറയുന്നത് തെറ്റ്, ഓക്കെ, ഗിവ് എ ട്രൈ. ഏത് ട്രൈ ചെയ്യണം? ഞാൻ ഒരിക്കലും പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയത്തില്ല ഇഫ് യു വാച്ചിങ് മീ ഈ പൊട്ട ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരത്തേയില്ല. ഈ മെന്റൽ മോഡൽ ഈവൻ ട്രൈ ചെയ്യാൻ പോലും ഞാൻ നിങ്ങളോട് പറയത്തില്ല, കാരണം അത് വേഴ്സ്റ്റ് ആണെന്ന് എനിക്കറിയാം. സോ ഐ വിൽ ടെൽ യു, ട്രൈ ദിസ് വൺ. ഈഗിളിന്റെ മെന്റൽ മോഡൽ ട്രൈ ചെയ്ത് നോക്കൂ. യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. നമ്മളെല്ലാം നിൽക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നതും ഈ മോഡലിലാണ്, റാറ്റിന്റെ മെന്റൽ മോഡലിലാണ്. സോ അവിടുന്ന് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. മനസ്സിലായോ? ഇതിന് പല ലെവലുണ്ട്. ഓക്കെ, നിങ്ങൾ ബേസിക് ആയിട്ട് ഇത് മാത്രം അറിഞ്ഞിരിക്കൂ. ബ്രോ, ഇത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങൾക്ക് 5 years പ്ലസ് ആണ്. ഇത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങൾക്ക് 5 years മൈനസ് ആണ്. 5 years, 5 വർഷം. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഈ കൺസെപ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. കാരണം എപ്പോഴും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിരിക്കാനും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യാനും നമ്മുടെ ബ്രെയിനിനുള്ള ഡോപ്പമിനെ പീക്ക് ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത്, അതെനിക്കറിയാം. ബട്ട് ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ, ഒരു റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, ഒരു ലോങ് സ്കെയിൽ തിങ്ക് ചെയ്യുമ്പോൾ, ബ്രോ ഇതാണ് വിൻ ചെയ്യുന്നത്, ഈ കാറ്റഗറിയാണ് വിൻ ചെയ്യുന്നത്. ഞാനിപ്പോ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് 3 ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഒന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ബോഡി വേണം, ഒന്ന് നിങ്ങൾക്ക് വെൽത്ത് വേണം. ഈ 3 ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചോ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന കാര്യത്തിൽ മെയിൻ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഞാൻ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഇത് 3 ഉണ്ട്, ഇത് 3 നിങ്ങൾ പടപടപടാന്ന് ചെയ്യോ, അത് ചെയ്തിട്ട് ഇത് ചെയ്യോ, അത് ചെയ്തിട്ട് അത് ചെയ്തു, അത് ചെയ്താൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും എത്തുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹം നിങ്ങൾക്ക് ഇപ്പോഴല്ലല്ലോ ഉള്ളത്. ഇപ്പോഴാണ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം വന്നത്? അല്ലല്ലോ, എപ്പോഴേ ഉണ്ട്. ഡിഡ് യു അച്ചീവ് ഇറ്റ്? ആൻസർ ഈസ് നോ. എനിക്കറിയാം, ആൻസർ ഈസ് നോ. ദേഷ്യം തോന്നല്ലേ? ആൻസർ ഈസ് നോ. ഓക്കെ, സോ ആ മെന്റൽ മോഡലിൽ തന്നെ പിന്നെയും നമ്മൾ വർക്ക് ചെയ്താൽ ബ്രോ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഡു ദിസ് തിങ്. കാരണം ഞാൻ ഒരു സമയത്ത്, ഒരു ക്രിസ്മസ് സമയത്ത്, ഞാൻ കേക്കൊക്കെ കഴിച്ചിട്ട്, ബിരിയാണി ഒക്കെ കഴിച്ചു, ചിക്കനൊക്കെ വറുത്ത് കടിച്ചു പറിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടിൽ കിടന്ന് നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും, എനിക്ക് തോന്നി ബോഡി ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ, ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടോണ്ടിരിക്കും, നല്ല രസം, ഇങ്ങനെ കണ്ടോണ്ടിരുന്ന് ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അത് ചെയ്തിട്ട് ഇത് ചെയ്യാം. അപ്പൊ ഞാൻ പല കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് ഇത് ചെയ്യാം, ജിമ്മിൽ പോയിട്ട് ഇത് കണ്ട് പിന്നെ കാർഡിയോ ചെയ്യാം, അത് ചെയ്തിട്ട് ഇത് ചെയ്യണം, അങ്ങനെ കുറെ കാര്യം. അപ്പൊ തിങ്ക് ചെയ്യുമ്പോഴും എല്ലാം രസമാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാനും എല്ലാം പ്ലാൻ ചെയ്യാനും എല്ലാം രസമാണ്. അതിനെല്ലാം പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊരു വേർഡ് ഉണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും എനിക്ക് ആ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എടുത്ത ഡിസിഷൻ മണ്ടത്തരമാണ്, പൊട്ടത്തരമാണ്. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്, ബട്ട് അത് പൊട്ടത്തരമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് റാറ്റ് മെന്റൽ ഫ്രെയിം ആണ്. നിങ്ങളുടെ മീഡിയയും സോഷ്യൽ മീഡിയയും നിങ്ങളുടെ വീട്ടിലുള്ളവരും അച്ഛനും അമ്മയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും എല്ലാം പറഞ്ഞു തരുന്നത് ഈ റാറ്റ് മെന്റൽ മോഡൽ ഫോളോ ചെയ്യാനാണ്. നമ്മൾ എങ്ങും എത്തത്തില്ല ഈ മോഡൽ ഫോളോ ചെയ്തിട്ട്.
ഡു ഈഗിൾ മെന്റൽ മോഡൽ. ഈ മോഡൽ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ആ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മണി കിട്ടും, റൈറ്റ്? പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഫാറ്റ് ലോസ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഫാറ്റ് ലോസ് ചെയ്യാനുള്ള സമയവും കിട്ടും, റൈറ്റ്? സോ നിങ്ങളുടെ 3 ഡ്രീമും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഒരു ഫോക്കസിൽ. ഇത് മൂന്നായിട്ട് കാണാതെ ഒറ്റൊരു ലക്ഷ്യമാണെന്ന് കണ്ടിട്ട് ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ കോറിലേറ്റ് ചെയ്യും? ഇപ്പം നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പൈസ തന്നെ അതിനകത്ത് വരിക, നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സ്കില്ല് തിരഞ്ഞെടുക്കണം. മനസ്സിലാവും? ഞാൻ ഇതായിപ്പോയി, ഞാനിപ്പോ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് അടിപൊളിയായിട്ടുള്ള കോട്ടുമാണ്, ലുക്ക് അറ്റ് ദ ചെസ് ബോർഡ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ മൂവ്. ആൾവേസ്. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, എനിക്ക് നിങ്ങളോട് ഇത്രേ പറയുള്ളൂ ബ്രോ. ലുക്ക് അറ്റ് ദ ചെസ് ബോർഡ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ മൂവ്. ആ മൂവ് ഇതായിരിക്കും 100%. സോ മിനിമം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഒട്ടും പറ്റത്തില്ല, നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ, മിനിമം ഒരു 3 ഗോൾ അതിനെ കോറിലേറ്റ് ചെയ്ത് ഒരു ഗോളാക്കി മാറ്റി ഫോക്കസ് ചെയ്തിരിക്കണം. ബ്രോ ഈ മെന്റൽ മോഡലിൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല, നിങ്ങളുടെ 5 years ലോസ് ആയി പോകത്തുള്ളൂ. സോ ബ്രോ നമുക്ക് ഇത്രയും എനർജി ഒരാൾക്കുള്ളൂ, ഓക്കെ? ആ എനർജി ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇവിടെ വയ്ക്കും. ഒരു വർഷം ഇത്, 5 വർഷം പോയി. ഇതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾക്ക് 3 കാര്യം ഇതിൽ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ മെന്റൽ ഫ്രെയിംവർക്ക്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ദിസ് ഈസ് എ മെന്റൽ ഫ്രെയിംവർക്ക്. സോ യൂസ് ഇറ്റ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു 10 വീഡിയോ കാണാം, 15 വീഡിയോ കാണാം, ഏത് വീഡിയോ വേണമെങ്കിലും കാണാം. ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാം, പൊട്ട വീഡിയോ കാണാം, ലൈവ് ഇരുന്ന് കാണാം, എല്ലാം കാണാം. എന്റെ ചോദ്യം ഇതേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് വാല്യൂ ആണ്, എന്ത് ബെനിഫിറ്റ് ആണ് അങ്ങനെയുള്ള വീഡിയോയിൽ നിന്നും കിട്ടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് ഇരുന്ന് കാണുന്നു എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. സോ ഞാനിവിടെ നിങ്ങൾക്ക് ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ തരുന്നില്ല. ഞാനിവിടെ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് എഫക്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ ഇവിടെ ഇമാൻ ഗാറ്റ്യൂട്ടുള്ള അടിപൊളി പ്രൊഡക്ഷൻ എക്യുപ്മെന്റ്സ് വെച്ചിട്ടോ വലിയ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടോ അല്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത്. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തരുന്നുണ്ട്, വാല്യൂ. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് യു നീഡ് ടു ഡു ഇറ്റ് ബ്രദർ. ബിലീവ് ഇൻ മീ. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ബിലീവ് ഇൻ മീ ആൻഡ് യു നീഡ് ടു ഡു ഇറ്റ്. യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഈ മെന്റൽ മോഡൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മെന്റൽ മോഡൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ചിട്ട് വേണം നിങ്ങൾക്ക് ഒരു ഭിത്തിയുടെ അവിടെ ഒട്ടിച്ചു വെച്ചു. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫോക്കസ് ഈ ഈഗിൾ മെന്റൽ മോഡലിൽ തന്നെ ആയിരിക്കണം. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് we are the Z group. This is not the end. This is the beginning. Love you, brother.